ഭയങ്കര ഷെയറിങ് കൾച്ചറാണ്. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ചിലപ്പോൾ 4 ആൾക്കാരൊക്കെ ഇങ്ങനെ വരും നമ്മളെ ഓർഡർ ചെയ്യാൻ. അപ്പൊ നമ്മളിങ്ങനെ 4 കസ്റ്റമേഴ്സ് എന്ന് കുറച്ച് കച്ചവടം നടക്കുന്നത്. എന്നിട്ട് ഇവര് ഈ ഒരു POV ഇല്ല, അതായത് നമ്മളിപ്പോഴും ഇത് നമ്മളാണ് ആൾക്കാര്, നമ്മളാണ് ബിസിനസ് ഓണർ. അപ്പൊ എന്താ ഞാൻ മനസ്സിലാവും 4 കസ്റ്റമേഴ്സ് സെറ്റ് എന്നൊക്കെ. അവര് വന്നിട്ട് ഒരു ഐറ്റം ഓർഡർ ചെയ്യും, എന്നിട്ട് 4 ഫോർക്ക് ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഓക്കെ എന്നിട്ട് കൊടുക്കും. ഞാൻ ഇത് തെറ്റാണ് എന്നല്ലോ പറയുന്നത്, ഞാൻ പറയുന്ന ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മളങ്ങനെ കൊടുക്കും. പക്ഷെ ലാറ്റിൻ ആൾക്കാർ അങ്ങനെയല്ല. അവര് 4 ആൾക്കാർ ഓർഡർ ചെയ്ത് വന്നാല് 4 ക്രേപ്സ് ഓർഡർ ചെയ്യാം. അവർക്ക് ഇൻഡിവിജ്വൽ ഫുഡ്. അപ്പൊ നമുക്ക് സെയിൽസ് എന്നുള്ള രീതിയിൽ ഭയങ്കര സെയിൽസ് കിട്ടും, ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടും. 2 എന്ന് പറഞ്ഞാല് ഇത് ഞാൻ കുറ്റം പറയാണ്, ഇന്ത്യക്കാർക്ക് ടിപ്പ് കൊടുക്കുന്ന കൾച്ചറേ ഇല്ല. ഇവിടെ കാനഡ എന്ന് പറഞ്ഞാല് ടിപ്പിന് ഭയങ്കര അധികം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. നമ്മളെ നാട്ടില് ടിപ്പിംഗ് കൾച്ചർ ഇല്ല, നമ്മളെ നാട്ടില് കുറവാ, വളരെ റെയറാ. ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ്സിലൊക്കെ ഉള്ളൂ. ഇവിടെ ഏതൊരു ചെറിയൊരു കാപ്പി ഓർഡർ ചെയ്യണമെങ്കിൽ വരെ ടിപ്പിംഗ് ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ നാട്ടില് ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ്സിൽ നമ്മൾ പോയാല് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ആ ഒരു ബില്ല് കൊണ്ടുവരുന്നതിൽ ചിലപ്പോ ഒരു സന്തോഷത്തിന് ഒരു 50 റുപ്പീസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ ബാക്കിയുള്ളപ്പോ ഒരു തട്ടുകടയിൽ പോയിട്ട് നമ്മൾ ടിപ്പ് കൊടുക്കാൻ വന്നാല് അയാൾ നമ്മളോട് ദേഷ്യപ്പെടും. കാരണം ഒരു ഇൻസൾട്ട് ആയിട്ടാണ്. അതായത് കാരണം വെച്ചാൽ ഒരു 10 റുപ്യന്റെ ചായ നമ്മൾ കുടിച്ച്, പക്ഷെ നമ്മൾ ഇവർക്ക് 15 റുപ്യ കൊടുത്താല് ലൈക്ക് അത് ഇന്നൊരു ഇൻസൾട്ട് ചെയ്യുന്ന രീതി എന്നുള്ള രീതിയിലാണ് നമ്മളെ നാട്ടില് പൊതുവെ. അപ്പൊ ഇന്ത്യൻസ് എത്ര ഫുഡ് ഓർഡർ ചെയ്താലും, ഞാൻ എല്ലാ ഇന്ത്യൻസും എന്നല്ല പറയണേ, പക്ഷെ ഒരു 99% വരുന്ന കസ്റ്റമേഴ്സും ഇവര് ടിപ്പ് ചെയ്യില്ല. അത് ഞാൻ പറയും, ചില ഇന്ത്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അങ്ങ് പറയാനൊന്നും അറിയില്ല, പക്ഷെ അവർക്ക് ക്രെഡിറ്റ് കാർഡ് മെഷീൻ ആണ് കൊടുത്താല് ആ നോ ടിപ്പ് എവിടെയുള്ളത് എന്ന് അവരെ വിരൽ അങ്ങനെ മാഗ്നറ്റ് പോലെ അങ്ങ് പോയിട്ട് ഇവര് നിൽക്കും. പക്ഷെ ലാറ്റിൻ ആൾക്കാര് ഭയങ്കര അധികം ടിപ്പ് വരും. അതില് ഇവർ അടിപൊളി, ഇവർ നല്ലോണം ടിപ്പ് വരും. ഞാൻ ഈ കൾച്ചേഴ്സും കാര്യങ്ങളും എന്താ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാല്, എല്ലാ കൾച്ചേഴ്സിലും നല്ല കാര്യങ്ങളും ഉണ്ട്, എല്ലാ കൾച്ചേഴ്സിലും ചീത്ത കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിസൈറബിൾ അല്ലാത്ത ക്വാളിറ്റീസും ഉണ്ട്. ഞാൻ എപ്പോഴും ശ്രമിക്കാറ് എന്താ വെച്ചാല് എല്ലാ കൾച്ചേഴ്സിലും പോസിറ്റീവ്സ്, ബെസ്റ്റ് ക്വാളിറ്റീസ് അഡോപ്റ്റ് ചെയ്യുക. അതിപ്പോ ടിപ്പ് കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ എന്താ ഇപ്പം കനേഡിയൻസ് ഭയങ്കര പൊളൈറ്റ് ആണ്, ആ ഒരു കാര്യമാവട്ടെ. എന്നാൽ ഇന്ത്യൻസ് ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആണ്, ഫാമിലി വാല്യൂസിന് ഭയങ്കര അധികം വില കൽപ്പിക്കുന്ന ആൾക്കാരാണ്, ആ ഒരു കാര്യം. പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇന്ത്യൻസിന് ഭയങ്കരമാണ്, ആ കാര്യം. ഇങ്ങനെ എല്ലാ കൾച്ചേഴ്സിലും ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ എന്താ, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ നോക്കണം. അറബ് കൾച്ചറിൽ ഫുഡ്, ഹോസ്പിറ്റാലിറ്റി അതിൽ പെട്ടതാണ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യൻസിലും ഹോസ്പിറ്റാലിറ്റി ഭയങ്കര. അപ്പൊ നമ്മൾ എല്ലാ കൾച്ചേഴ്സിലും ഒരു ബെസ്റ്റ് കാര്യം അഡോപ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ കാനഡയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു ഗാർഡിയൻ എന്നൊക്കെ ഉള്ള പോലെ ഞാൻ പരിചയപ്പെട്ടിരുന്നത്, എന്നെക്കാളും പ്രായത്തിന് 9 വയസ്സ് മൂത്തതായ എമിൽപ്പയായിരുന്നു. എമിൽപ്പാണ് എന്നെ ആദ്യം പറഞ്ഞത്, ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോ ടിപ്പ് കൊടുത്തിട്ട് എമിൽപ്പ എന്നോട് പറഞ്ഞേ, ടിപ്പ് അവരുടെ അവകാശമാണ്, അത് നീ കൊടുക്കണം. ഇപ്പൊ $1 എങ്കിൽ $1 നീ ടിപ്പ് കൊടുക്കണം. നിനക്ക് ആ $1 കൊണ്ട് നിന്റെ ജീവിതം ഒന്നും മറിയാനൊന്നും പോകുന്നില്ല. അപ്പൊ ജസ്റ്റ് ആ $1 കൊടുത്തോ. ഇനി നീ ഫ്യൂച്ചറിൽ ഒരു ജോബ് വർക്ക് ചെയ്യുമ്പോ നിനക്കും ടിപ്പ് കിട്ടും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. ഞാന് കാനഡയിലെത്തി ഫസ്റ്റ് 4 മന്ത്സ് ഞാൻ ജോബ്ലെസ് ആയിരുന്നു. ഫസ്റ്റ് 4 മന്ത്സ് ഞാൻ ടിപ്പ് ഒന്നും കൊടുത്തില്ല, കാരണം എന്റെ ഒരു സാഹചര്യം എനിക്കറിയില്ലെങ്കിൽ ടിപ്പ് തന്നില്ലെങ്കിലായിരുന്നു. പക്ഷെ ജോലി ആയത് കഴിഞ്ഞ മുതല് ഞാന് $1 എങ്കിൽ $1 എന്നുള്ള രീതിയിൽ ടിപ്പിംഗ് കൾച്ചർ അങ്ങ് പ്രാക്ടീസ് ചെയ്യും. അതെ, ഞാന് കാനഡ വന്നിട്ട് 100% ഞാന് എന്റെ എല്ലാ ട്രാൻസാക്ഷനിലും ടിപ്പിന് ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഭയങ്കര എമൗണ്ട് കൊടുത്തു, 20% ടിപ്പ് കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്.